ഹലോ ഗൈസ്, ഞങ്ങളൊരു യാത്ര പോവുകയാണ്. ഗുരുവായൂർക്ക് പോവുകയാണ്. ചെറിയൊരു നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഏകദേശം ഇതാ ഒരു 5:30 മണിയായിരുന്നു കേട്ടോ സമയം. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാൾ മുന്നേ ഉള്ള നേർച്ചയാണ് കേട്ടോ. നേർച്ച വൈകിക്കരുതെന്നാണ്, എന്നാലും എൻ്റെ അത് കുത്തിരി വൈകിപ്പോയി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, എന്തായാലും നല്ല ഭംഗിയായിട്ട് നേർച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ തുലാഭാരമായിരുന്നേ. എൻ്റെ ആക്സിഡൻ്റ് സമയത്ത് എൻ്റെ അമ്മയുടെ കസിൻ നേർന്നതായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഓരോ സാഹചര്യങ്ങൾ കൊണ്ടും പറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പോയതാണിപ്പോൾ. നല്ല തിരക്കായിരുന്നു കേട്ടോ. ക്യൂ കണ്ടിട്ട് എൻ്റെ തലയൊന്നും മെല്ലെ കറങ്ങുന്ന പോലെ തോന്നി. കാരണം ഈ ക്യൂവിൽ എങ്ങനെ നിന്നുള്ളിൽ കയറും എന്നൊക്കെ ഉള്ള സങ്കടത്തിലായിരുന്നേ നിന്നത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും സ്പെഷ്യൽ ക്യൂ എടുത്ത് കയറാം, കാരണം അത്രയും നേരം ക്യൂ നിൽക്കാനുള്ള കപ്പാസിറ്റി എൻ്റെ കാലുകൾക്കില്ല. അപ്പോൾ സ്പെഷ്യൽ ക്യൂവിൽ കയറിയാലോ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് തുലാഭാരത്തിൻ്റെ റെസീറ്റ് മുറിക്കേണ്ടത് എവിടെയാണെന്ന് വെറുതെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, തുലാഭാരമാണെങ്കിൽ ഉള്ളിൽ തന്നെ റെസീറ്റ് മുറിക്കാം, ഈ വഴിയിലോട്ട് കയറി ഉള്ളിലെത്തിക്കൂ പറഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് ഓടി, തുലാഭാരത്തിൻ്റെ സമയമായി കഴിയാറായി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓടി പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഞാനും നൈസുമാണ് കേട്ടോ പെട്ടെന്ന് പോയത്. കാരണം ഫോൺ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഫോൺ ഉള്ളിൽ അലൗഡ് അല്ലല്ലോ. അപ്പോൾ ബിനീഷേട്ടൻ്റെ കയ്യിൽ പെട്ടെന്ന് ഫോൺ കൊടുത്തു. ഞാൻ ഉള്ളിൽ കയറി, ഞാനും നൈസും കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തുലാഭാരവും തൂക്കി. പിന്നെ നന്നായി തൊഴുതു കേട്ടോ. നല്ല രീതിയിൽ കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നു കണ്ണനെ. അങ്ങനെ നന്നായി തൊഴുത് പുറത്തിറങ്ങി. അതിൻ്റെ ഫോട്ടോസൊന്നും ഇല്ല കേട്ടോ, കാരണം ഫോൺ അലൗഡ് അല്ലല്ലോ. അതിന് ശേഷമാണ് ഇച്ചും വിനീഷേട്ടനും കൂടി പോയത്. ഇച്ചും വിനീഷേട്ടനും നൈസും കൂടിയിട്ട് ഒരു വട്ടം കൂടി പോയിട്ട് തൊഴുതിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം ഞാൻ ഇതാ കുറേ വീഡിയോസ് എടുക്കായിരുന്നു. എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ഫോണേ ഉപയോഗിക്കാൻ പറ്റത്തില്ലേ ഇങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ അതൊന്നും വലിയ കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. എല്ലാവരും എടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കൃഷ്ണന് തുളസിമാല ചാർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തുളസിമാലയൊക്കെ വാങ്ങി തുളസിമാല ചാർത്തിയിട്ടുണ്ടായിരുന്നേ. അവിടെ ഒത്തിരി പേര് തുളസിമാലയൊക്കെ ചാർത്തുന്നുണ്ട്, മുല്ലമാല ചാർത്തുന്നുണ്ട്, താമര, അങ്ങനെയൊക്കെ. അതിനുശേഷം ഇതാ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തതിന് ശേഷം പുസ്തകച്ചന്ത ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഞാനൊരു അധ്യാത്മരാമായണം വാങ്ങിച്ചായിരുന്നു. എനിക്ക് വളരെ കാലമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു അത്. അതും കൃഷ്ണൻ്റെ അടുത്ത് നിന്ന് തന്നെ വാങ്ങാമെന്ന് വെച്ചു. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കെന്തോ അവിടെ നിന്ന് വാങ്ങണമെന്ന് തോന്നി. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ അതിന് ശേഷം ഇതാ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടേ. അപ്പം 1-2 സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇപ്പോൾ ഈ വീഡിയോ എനിക്ക് വോയിസ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ വന്നതിന് ശേഷം എനിക്കെന്തോ നമ്മുടെ എന്തോ ഒരു സ്വന്തം സ്ഥലത്ത് പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്കൊരു വല്ലാത്ത മിസ്സിങ് ഉണ്ടാവില്ലേ, ആ ഒരു മിസ്സിങ്ങാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു സങ്കടം, എന്തോ അവിടെ നിന്ന് വരാൻ തോന്നേ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇതാ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ വല്ലാത്തൊരു സങ്കടമുണ്ട്, ആരെയോ അവിടെ വിട്ടിട്ട് വരുന്ന പോലൊരു ഫീല് സത്യമായിട്ടും. അപ്പോൾ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.